ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. ഒരു കുഞ്ഞ് റമദാൻ സ്പെഷ്യൽ കണ്ടാലോ? ഭയങ്കര വലിയ ഐറ്റം ഒന്നുമല്ല, കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമ്മളെ കുഞ്ഞുങ്ങളെ ഇടയ്ക്കൊക്കെ ഒന്ന് പറ്റിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഐറ്റം ആണ് കേട്ടോ. അപ്പം ഇതിന് വേണ്ടിയിട്ട് ആകെ കൂടി നമുക്ക് വേണ്ടത് കുറച്ച് ബ്രെഡ് ക്രംസും കുറച്ച് പാല്, പഞ്ചസാര, കുറച്ച് നട്ട്സും മാത്രമാണ്. പിന്നെ ഉണ്ടെങ്കിൽ ഒരു 2 ടീസ്പൂൺ നെയ്യ് കൂടി ഉണ്ടെങ്കിൽ ഓക്കെയാണ്. അപ്പം ഇതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഇതാ ഒരു പാന് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ചൂടാക്കിയ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വറ്റിച്ചു കൊടുക്കുക. ഫസ്റ്റ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മുടെ ഈ ബ്രെഡ് ക്രംസ് ആണ്. ഞാൻ ഈ ചിക്കൻ റോളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ബ്രെഡിന്റെ സൈഡ് പോർഷൻ എടുക്കാറില്ല. അപ്പം അതിങ്ങനെ വീട്ടിലുണ്ടാകുന്ന സമയത്താണ് അതൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് ഈ ഒരു ഐറ്റം ഉണ്ടാക്കൽ. അപ്പം നേരെ നമ്മുടെ പാന് നല്ല ഡ്രൈ ആയിട്ടുണ്ട്. അതിലേക്ക് ഈ ബ്രെഡ് ക്രംസ് ആഡ് ചെയ്തിട്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ച് ഒന്ന് ഡ്രൈ ആക്കി എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അത് കരിഞ്ഞു പോകുന്നത് ഒന്ന് നോക്കണം, കാരണം പെട്ടെന്ന് കളർ ചേഞ്ച് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കുക. ഇത് പെട്ടെന്നാവുന്നുണ്ട്, നമുക്ക് ഒരുപാട് ടൈമൊന്നും വേണ്ട, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മൾ ആവശ്യത്തിലേറെ കുറച്ച് കൂടുതൽ പഞ്ചസാര യൂസ് ചെയ്യുന്നതുകൊണ്ട് എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നതാണ് നല്ലത്. എന്നും കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റം അല്ല. പഞ്ചസാര മാക്സിമം നമ്മുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കുകയാണ് നമുക്ക് എല്ലാവർക്കും നല്ലത്. അപ്പോൾ ദാ ഞാൻ ആവശ്യത്തിലേറെ കുറച്ച് കൂടുതൽ പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ഈ ആഡ് ചെയ്തിട്ടുള്ള ബ്രെഡ് ക്രംസിന് ആ ഒരു പഞ്ചസാര ഓക്കെ ആയിരുന്നു. മധുരം ഒട്ടും കൂടുതലല്ലായിരുന്നു, ഒട്ടും കുറവല്ലായിരുന്നു, ഒരു ഓക്കെ ഓക്കെ മധുരമായിരുന്നു. അപ്പം നിങ്ങൾ എത്രയാണോ ബ്രെഡ് ക്രംസ് എടുക്കുന്നത് അതിനനുസരിച്ച് പഞ്ചസാര ആഡ് ആക്കുക. പിന്നെ അതാ പാല് കൂടി ഞാൻ ആഡ് ആക്കിയിട്ടുണ്ട്. പാല് ഇതും പിന്നെ ഒരു 1/2 ഗ്ലാസും കൂടി ഞാൻ കൂടുതൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. പാല് കുറച്ചും കൂടി കൂടുതൽ ഒഴിച്ചാൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇങ്ങനെ ഒഴിച്ചാലും നമുക്കൊരു കേക്ക് ടൈപ്പിൽ എടുക്കാം, അല്ലെങ്കിൽ ഒരു ഹലുവാക്ക് ടൈപ്പിൽ കുറച്ച് സ്മൂത്ത് ആയിട്ട് സോഫ്റ്റ് ആയിട്ടും കഴിക്കാൻ പറ്റും. പിന്നെ ഇതാ ഒരു 2 ടീസ്പൂൺ നെയ്യ് കൂടി ആഡ് ആക്കിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ലാസ്റ്റ് നമ്മൾ ആ നേരത്തെ റെഡിയാക്കി വെച്ച കുറച്ച് നട്ട്സ് കൂടി ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇത് നമുക്ക് ഏത് പാനിലിട്ടാലും അല്ലെങ്കിൽ എങ്ങനെയാണെങ്കിലും ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന ആ ഒരു രൂപത്തിലാവും. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഇങ്ങനെ ഒരു റൗണ്ട് പാത്രത്തിൽ പറ്റിയ ഷേപ്പിലാണ് എടുത്തത്. ഒരു കേക്ക് ടൈപ്പായി. പിന്നെ ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ ഒരു പുതിനയും കുറച്ച് നട്ട്സൊക്കെ ഇട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കണം. പിന്നെ ആരെങ്കിലും ഇത് നേരത്തെ ഉണ്ടാക്കിയവരാണെങ്കിലും ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കണം. അപ്പം പിന്നെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ.